ഹായ് ഗൈസ്. എടാ നമ്മളെങ്ങടാ പോണേന്ന് പറയടാ. ബാക്കില് ആണ്ടും കൂടി ഉണ്ടായിരുന്നല്ലോ, അതിന് കാണുന്നില്ലല്ലോ മിസ്റ്റർ ജോബിൻ. എങ്ങടാ പോണേന്ന് പറഞ്ഞേ? അതൊന്നും നിനക്ക് അറിയാത്ത നിന്റെ അമ്മയുടെ കളിക്കൂട്ടുകാരന്റെ കൊച്ചിന്റെ കുർബാന ശീലമെന്ന് പറ. വേറെന്താ വിശേഷം എന്ന് പറഞ്ഞ? ആലുവ വിശേഷങ്ങൾ പറ. എടാ അവരെ കാണിച്ചടാ. ആലുവ വിശേഷങ്ങൾ പറ. എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു നിന്റെ രണ്ട് അനിയന്മാരൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ, അവരെന്ത് ചെയ്യുന്നു? അപ്പൊ ഹായ് പറയല്ലോ, വിശേഷം പറയുന്നത്. ഓക്കെ ഗൈസ്, സോ നമ്മൾ പരിപാടിക്ക് വേണ്ടിയുള്ള ആ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ അമ്മയും ഇവയുടെ പപ്പയും അമ്മയും ബാക്കിലുള്ള വേറെ വണ്ടിയിൽ വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ പിള്ളേർ സെറ്റ് മാത്രം ഒരു വണ്ടിയിൽ. നമ്മളങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ജോയ്സ് പാലസ്. എങ്ങനെയുണ്ട് കണ്ടിട്ട് ജോഹു? ഇങ്ങോട്ട് നീ വണ്ടി ഇടിക്കും. ജോയിനെ ഇന്ന് കണ്ടിട്ട് എന്താ തോന്നുന്നേ? വലുതാണോ ചെറുതാണോ? വലുതാണോ? പള്ളിയാ? പള്ളിയൊന്നല്ലടാ, പാലസാണ്, പാലസ്. ഇതന്നെ വെൽക്കം ഡ്രിങ്ക് ആണെങ്കിൽ. ജോഹാൻ തൃശ്ശൂർ സിറ്റി വ്യൂ കാണുന്ന ഭാവി ഡോൺ. സുഖൈസ്, ഈ ഒരു കൊച്ചിൻ്റെയും ആണ് കുർബാന സ്വീകരണം. ഇവളുടെ പപ്പേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അമ്മമ്മയുടെ അപ്പാപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ രണ്ടാമത്തെ ചേട്ടനാണ്. സോ പുള്ളിയുടെ മോളുടെ കുർബാന സ്വീകരണമാണ്. സോ അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഒരു ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു. ഡാൻസിന് ശേഷം നമുക്കൊരു അടിപൊളി പാട്ടും ഉണ്ടായിരുന്നു ഗൈസ്. സോ ഗൈസ്, നമ്മൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് എടുക്കുകയാണ്. എന്ത് കഴിക്കണമെന്ന് എന്താ കാണിച്ചത്? എന്താ ഉദ്ദേശിക്കണേ? അത് മഹാമോശമായ പരിപാടിയായി പോയി. അപ്പം വേണ്ട, നമുക്ക് ബട്ടർ നാൻ എടുക്കാം. അല്ലടാ, അപ്പം തീർന്നു. പ്രായമായ ആൾക്കാരൊക്കെ അപ്പാണ്. സോ ഗൈസ്, നമ്മൾ സൂപ്പിന് ശേഷം മെയിൻ കോഴ്സ് എടുത്തു. ബട്ടർ നാനും പിന്നെ നമുക്ക് ചിക്കൻ ബീഫ് ഫ്രൈ, വെജ് കോഫ്ത ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമുക്ക് ഗോബി ഫ്രൈയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ ബട്ടർ നാനും വെജ് കോഫ്തയുടെ പീസൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ അത് ഫസ്റ്റ് സ്റ്റാർട്ടർ കഴിച്ചായിരുന്നു. പിന്നെ നമ്മളിനി കുറച്ച് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഫാമിൽ നമ്മുടെ ചെടികളൊക്കെ വലുതായി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സെറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാറായിട്ടുണ്ട്. സോ ഇവരെ ഇനി ഇതിൽ ഈ NFT ചാനലിലേക്ക് കയറ്റുകയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പണി എന്ന് പറയുന്നത്. സോ എന്തായാലും ഇവരെല്ലാവരും പിടിച്ച് ഇൻട്രോയിലേക്ക് കയറ്റട്ടെ. നമ്മളങ്ങനെ നമ്മുടെ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, എല്ലാവരും സെറ്റായി നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ മഴയും ഇടിവെട്ടൊക്കെ ഉണ്ട്. എന്തിനാ ഈ മഴക്കാലത്തെ മഴയ്ക്ക് ഇടിവെട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാൽവാടി പ്ലേ ബ്ലോഗ് ആയിരുന്നു എല്ലാവരും.